പകൽക്കാലത്തെ ദൈവവചനത്തിലേക്ക് വേണ്ടിയിട്ട് തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് പോയ എല്ലാ ഇടങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ കൂടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവർ യേശു ക്രിസ്തുവിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്നു. ചിലരെ അത്ഭുതങ്ങൾ കാണാൻ, ചിലരെ രോഗശാന്തി പ്രാപിക്കാൻ, ചിലരെ ആഹാരം കഴിക്കാൻ, 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയൊക്കെ പോഷിപ്പിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാനായിട്ട്, ചിലർ യേശുവിനെ വാക്കിൽ പിടിക്കാനായിട്ട്, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത ലക്ഷ്യങ്ങളോടുകൂടെ ഒരുപാട് പേരെ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഇങ്ങനെ പോയിരുന്നു. എന്നാൽ അങ്ങനെ പോയ കൂട്ടത്തിൽ യേശു ക്രിസ്തു ഒരിടത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് സദൂക്യർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ, യഹൂദന്മാരുടെ ഗ്രൂപ്പിൽ, യഹൂദന്മാരെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ അവരുടെ ഇടയിലുണ്ട്. നമ്മുടെ പെന്തിക്കോസിലും കത്തോലിക്കയിലും മർത്തമാരില്ല, ഓർത്തഡോക്സിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. സദൂക്യര്, പരീശന്മാര്, എസേന്യര്, എരിവുകാര്, സ്ലോട്ട്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സെക്ട്സ്, ഒരുപാട് ഗ്രൂപ്പുകൾ യഹൂദന്മാരുടെ ഇടയിലുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകളാണ് പരീശന്മാരും സദൂക്യരും. ഇവർ തമ്മിൽ അടിസ്ഥാനപരമായിട്ട് പല വ്യത്യാസങ്ങളുണ്ട്. അടിസ്ഥാന ഉപദേശങ്ങളിൽ സദൂക്യരെ, പരീശന്മാർ 5 നേരം പ്രാർത്ഥിക്കുമ്പോൾ സദൂക്യരെ അതങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പരീശന്മാരെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുമ്പോൾ സദൂക്യർ അങ്ങനെ വിശ്വസിക്കുന്നവരല്ല. പരീശന്മാർ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുമ്പോൾ സദൂക്യർ അങ്ങനെ വിശ്വസിക്കുന്നവരല്ല. അങ്ങനെ അടിസ്ഥാനപരമായി പല വ്യത്യാസങ്ങൾ ഈ സദൂക്യരും പരീശന്മാരുമായിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തു ഒരു പരീശനാണെന്ന് പൊതുജനം സാധാരണ വിശ്വസിച്ചിരുന്ന ഒരു പശ്ചാത്തലത്തിൽ സദൂക്യരായിരിക്കുന്ന ആളുകളിൽ ചിലരെ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ട് യേശുവിനെ വാക്കിൽ പിടിക്കാനായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അതിന് യേശു ക്രിസ്തു 2 മറുപടി പറഞ്ഞു. അതിൽ അവസാനം പറഞ്ഞ മറുപടിയാണ് നാം ഇവിടെ വായിച്ചത്. ചോദിച്ച ചോദ്യം ഇതാണ്: യേശു ക്രിസ്തു, ഗുരു, നീ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, പുനരുത്ഥാനമുണ്ടെന്ന് നീ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്ത സഹോദരൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ സ്ത്രീയിൽ കുഞ്ഞുങ്ങളില്ലാതെ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ ഒരു പ്രാക്ടീസ് നിലവിലുണ്ട്. മൂത്ത സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ അദ്ദേഹം മരിച്ചുപോയാൽ ഇളയ സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കും. ഇതിനെ ദേവരധർമ്മം എന്ന് യഹൂദന്മാർ വിളിച്ചു വരുന്നു. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ മൂത്തയാൾ മരിച്ചു, കുട്ടികളില്ലായിരുന്നു. രണ്ടാമത്തെ സഹോദരൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചു, ആ സ്ത്രീയെ വിവാഹം കഴിച്ചു, അദ്ദേഹവും മക്കളില്ലാതെ മരിച്ചു. മൂന്നാമത്തെ ആൾ വിവാഹം കഴിച്ചു, അദ്ദേഹവും മക്കളില്ലാതെ മരിച്ചു. ഇങ്ങനെ 7 പേരും ഒരേ സ്ത്രീയെ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ചു. അടുത്ത ചോദ്യം: പുനരുത്ഥാനമുണ്ടെങ്കിൽ, മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ ഈ സ്ത്രീ ഈ 7 സഹോദരന്മാരിൽ ആർക്ക് ഭാര്യയാകും? അതിന് യേശു ക്രിസ്തു 2 മറുപടി പറഞ്ഞു. ആദ്യത്തെ മറുപടി: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. ആ ഭാഗം അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു ഭാഗമാണ്. അതിനെക്കുറിച്ച് ഞാൻ അത് വിട്ടിട്ട് രണ്ടാമത്തെ ഭാഗം യേശു ക്രിസ്തു പറഞ്ഞ മറുപടിയാണ് നമ്മൾ വായിച്ചത് 32-ാം വാക്യത്തിൽ. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അടുത്ത വാചകം ശ്രദ്ധിക്കണം. എന്നാൽ ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ, അഥവാ ഇംഗ്ലീഷിൽ വായിച്ചാൽ ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഇതെന്താ ഇതിന്റെ അർത്ഥം? അബ്രഹാം മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, യാക്കോബ് മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ നീങ്ങി, അതെ, ഇസഹാക്ക് മരിച്ചിട്ട് തലമുറകൾ കഴിഞ്ഞു. യേശു പറയും, I am the God of Abraham, Isaac and Jacob, but I am not the God of those who dead. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, പിന്നെ ജീവനുള്ളവരുടെ ദൈവമാണ്. ഇതൊരു സെൽഫ് കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്, പരസ്പര വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നു, അല്ലേ? യേശു പറയാം, ഞാൻ ഇവരുടെ ഒക്കെ ദൈവമാണ്, പക്ഷേ ഞാൻ മരിച്ചവരുടെ ദൈവമല്ല. ഇവരൊക്കെ മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയാ യേശു കള്ളം പറയൂ? യേശു തന്നിൽ തന്നെ പരസ്പര വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയോ? എനിക്ക് തോന്നുന്നില്ല. വേദോസം അങ്ങനെ പറയുന്നില്ല, നമ്മൾ ആരും അങ്ങനെ വിശ്വസിക്കുന്നുമില്ല, അല്ലേ? അപ്പൊ യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? What is the meaning? What Jesus said? എന്താ ഇതിന്റെ അർത്ഥം? എന്താ?
ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്. യേശു പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, അബ്രഹാം മരിച്ചു, തലമുറകൾ നീങ്ങിക്കാണും, പക്ഷേ അബ്രഹാമിന്റെ ദൈവത്തിന് മാറ്റമില്ല. യാക്കോബ് മരിച്ചു, കാലങ്ങൾ കഴിഞ്ഞു, പക്ഷേ യാക്കോബിന്റെ ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. സ്തോത്രം. ഇസഹാക്ക് മരിച്ചു, ഏറിയ വർഷങ്ങൾ കഴിഞ്ഞെന്ന് വരാം, പക്ഷേ ഇസഹാക്കിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. അടുത്ത വാചകത്തിൽ കർത്താവ് പിന്നെയും പറയുന്നത് ഇങ്ങനെയാണ്, ആര് ഈ തലമുറയിൽ അബ്രഹാമിനെ പോലെ ജീവിക്കുമോ ഞാൻ അവർക്ക് അബ്രഹാമിന്റെ ദൈവമായിരിക്കും. ഈ തലമുറയിൽ ആര് യാക്കോബിനെ പോലെ ജീവിക്കും അവർക്ക് ഞാൻ യാക്കോബിന്റെ ദൈവമായിരിക്കും. ആര് ഇസഹാക്കിനെ പോലെ എന്റെ അടുത്ത് വന്ന് എന്നോട് അടുത്ത് വരുമോ അവർക്ക് ഞാൻ ഇസഹാക്കിന്റെ ദൈവമായിരിക്കും. ഇനിയും അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് കർത്താവ് പറയുമ്പോൾ ഈ ദൈവം ആരാണെന്ന് നാം അറിയണം. അബ്രഹാമിന്റെ ദൈവം തിരുവചനം പഠിച്ചാൽ വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. ഇസഹാക്കിന്റെ ദൈവം തിരുവചനത്തിൽ അനുഗ്രഹത്തിന്റെ ദൈവമാണ്. യാക്കോബിന്റെ ദൈവം സ്തോത്രം തിരുവചനത്തിൽ രൂപാന്തരത്തിന്റെ ദൈവമാണ്. സ്തോത്രം. യേശുക്രിസ്തു പറയുകയാണ്, സ്തോത്രം, സദൂക്യരെ, നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, സ്തോത്രം, ഞാൻ ആരാണെന്നും നിങ്ങൾ ആരാണെന്നും തിരിച്ചറിഞ്ഞാൽ, സ്തോത്രം, സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി വെളിപ്പെട്ടു വരുന്ന ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. ഇനിയും യേശുക്രിസ്തു അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് പറയാൻ എന്താ കാര്യം? ഇത് യേശുക്രിസ്തുവിന് ഇവരോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് വല്ലോ, മുഖപക്ഷം വല്ലതും കർത്താവിനുണ്ടോ? ദാനിയേലിനെ ദൈവം എങ്ങനെയാ വിളിച്ചത്? ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേൽ. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് സ്നേഹിതൻ. ഓക്കെ. ഇനിയും ദാവീദിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് എന്താ? എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. മോശയെ കുറിച്ച് ദൈവം പറയുന്നത് എന്താ? ഞാൻ അടുത്തറിഞ്ഞവൻ, അടുത്തത് ഭൂതലത്തിലൊക്കെയും സൗമ്യതയുള്ളവൻ. യോ, കർത്താവ് മോശയെ കുറിച്ച് അത്രയും വലിയ കാര്യം പറയാൻ നമ്മളെ കുറിച്ചൊക്കെ എന്ത് മാത്രം പറയല്ലേ? ഒറ്റ അടിക്ക് തല്ലിക്കൊന്ന് ശവശംസ്കാര ശുശ്രൂഷയും കഴിച്ചു ഒരുത്തിനെ കുറിച്ചാണ് പറയുന്നത്. സൗമ്യത ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ ചിന്തകളല്ല അതിരിക്കട്ടെ. അപ്പൊ ഇവരുടെ ആരുടെയും ദൈവം എന്ന് പറയാതെ ദൈവം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് പറയുന്നതിന്റെ പിന്നിലെ കാരണം എന്താ? അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ മുഖപക്ഷമല്ല, അബ്രഹാം ദൈവത്തോട് കാണിച്ച അനുസരണമാണ് ദൈവത്തെ അബ്രഹാമിന്റെ ദൈവമാക്കി മാറ്റിയത്. അബ്രഹാമിന്റെ ദൈവം രൂപാന്തരത്തിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമാണെങ്കിൽ, ഇസ്ഹാക്കിന്റെ ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണെങ്കിൽ, യാക്കോബിന്റെ ദൈവം രൂപാന്തരത്തിന്റെ ദൈവമാണെങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽക്കാലം ഒരു കാര്യം മാത്രം ഞാൻ ദൈവസന്നിധിയിൽ ലഭിച്ച സമയത്തിനുള്ളിൽ പറഞ്ഞിട്ട് ദൈവത്തിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അബ്രഹാമിന്റെ ദൈവം, യേശു പറയാ ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ യേശു പറയുന്നു ഞാൻ വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. ആര് അബ്രഹാമിനെ പോലെ ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ എന്നോട് അടുത്തു വരുമോ? അബ്രഹാം മരിച്ചു, തലമുറകൾ നീങ്ങി, പക്ഷേ വാഗ്ദത്തങ്ങളുടെ ദൈവം ഇന്നും വാഗ്ദത്തങ്ങളുടെ ദൈവമായി അക്കൂട്ടർക്ക് വെളിപ്പെട്ടു വരും. സ്തോത്രം. ദൈവം അബ്രഹാമിന്റെ ദൈവമായി തീർന്ന 2-3 കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ യേശു പറഞ്ഞു ഞാൻ മരിച്ചവരുടെ ദൈവമല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. 115-ാം സങ്കീർത്തനം വായിച്ചാൽ അറിയാം. 17-18 വാക്യങ്ങൾ നാം വായിക്കുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല, എന്നാൽ നാമോ, സ്തോത്രം, ജീവനുള്ളവരായ നാമോ ഇന്നു മുതൽ എന്നേക്കും. അപ്പോ ജീവിക്കുന്നവരാരാ? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യഹോവയെ സ്തുതിക്കുന്നവർ. അപ്പൊ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യഹോവയെ സ്തുതിക്കാത്തവർ ആത്മീയ മരണം സംഭവിച്ചവർ. ആത്മീയമായി ജീവിക്കുന്നവർക്ക് ഞാൻ വാഗ്ദത്തങ്ങളുടെ ദൈവമായിരിക്കും എന്നാ കർത്താവ് പറയുന്നത്. ഇനിയും യെശയ്യാപ്രവചനം 38-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? പൊടി നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് യേശുക്രിസ്തു തന്നെ പിൻപറ്റുവാൻ ആഗ്രഹിച്ച യൗവനക്കാരനായ മനുഷ്യനോട് അപ്പനെ ശവസംസ്കാരം നടത്തിയിട്ട് മടങ്ങി വരാം എന്ന് പറയുന്നവനോട്